നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഉദയം മലയാളം ആരംഭിക്കുകയാണ്. ആദ്യം പോകാം പ്രധാന തലക്കെട്ടുകളിലൂടെ. ഡൽഹി അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകും. സത്യം വിജയിച്ചുവെന്ന ആം ആദ്മി പാർട്ടി. അവസാനിക്കുന്നത് 3 മാസത്തെ ജയിൽവാസം. സംസ്ഥാനത്ത് ഇന്ന് 3 ഓറഞ്ച് അലേർട്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഇന്ന് രാജ്യാന്തര യോഗാ ദിനം. യോഗാദിന പരിപാടിയിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രി കാശ്മീരിൽ. യോഗ വ്യക്തിക്കും സമൂഹത്തിനും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഡോക്ടർ വന്ദന ദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപ് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. T20 ലോകകപ്പ് സൂപ്പർ 8 ജയത്തോടെ തുടങ്ങി ഇന്ത്യ. അഫ്ഗാനിസ്ഥാനെ 47 റൺസിന് തോൽപ്പിച്ചു. ഇന്ത്യയുടെ 181 റൺസ് പിന്തുടർന്ന അഫ്ഗാൻ 134 പുറത്ത്. അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവ് കളിയിലെ താരം. ഇന്നു മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹത്തിനൊരുങ്ങി ഡൽഹി ജലമന്ത്രി അതീഷി. സമരം ഹരിയാനയിൽ നിന്ന് അധിക ജലം ആവശ്യപ്പെട്ട്. ഹരിയാന അർഹമായ വിഹിതം നൽകുന്നില്ലെന്നും ആരോപണം. T20 ലോകകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. മത്സരം രാത്രി 8-ന്. കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കം. ആദ്യ മത്സരത്തിൽ അർജന്റീന കാനഡയെ നേരിടുന്നു. കോപ്പ അമേരിക്കയിൽ ഏറ്റവും അധികം മത്സരം കളിക്കുന്ന താരമായി മെസ്സി.